നമസ്കാരം. പരിഹസിക്കുകയാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി വീണ്ടും. മിനിഞ്ഞാന്ന് ആലപ്പുഴ ജനറൽ ആശുപത്രിക്കടുത്ത് വെച്ച പിണറായി വിജയനെതിരെ മുദ്രാവാക്യം വിളിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ പൈലറ്റ് വാഹനത്തിൽ നിന്നിറങ്ങിയ ഗൺമാനും സുരക്ഷാ ജീവനക്കാരും അതിക്രൂരമായി മർദ്ദിക്കുന്നത് കണ്ട് വിറങ്ങലിച്ചിരിക്കുകയാണ് കേരളം. തമ്പ്രാനെതിരെ മുദ്രാവാക്യം വിളിച്ചു എന്നതാണ് യൂത്ത് കോൺഗ്രസുകാർ ചെയ്ത തെറ്റ്. അവിടെ ഉണ്ടായിരുന്ന ലോക്കൽ പോലീസ് പിടിച്ചുമാറ്റിയതിനു ശേഷമാണ് പൈലറ്റ് വാഹനം നിർത്തി ചാടിയിറങ്ങി ലാത്തി കൊണ്ട് ആ ചെറുപ്പക്കാരെ അതിക്രൂരമായി തലയിൽ ഉൾപ്പെടെ മർദ്ദിച്ചത്. നോക്കണം, ഇവനൊക്കെ മക്കളും സഹോദരങ്ങളുമില്ലേ? എങ്ങനെയാണ് മരണം വരെ സംഭവിക്കാവുന്ന ശക്തിയിൽ ഒരാളുടെ തലയ്ക്കടിക്കാൻ കഴിയുന്നത്? മനുഷ്യത്വമുള്ള ആർക്കെങ്കിലും സാധിക്കുന്നതാണോ ഇത്? വെള്ള ഡ്രസ്സിട്ട ഗൺമാൻ്റെ പേര് അനിൽ എന്നാണ്. ഇയാൾക്കെതിരെ പോലീസുകാർക്കിടയിൽ തന്നെ അമർഷം പുകയുകയുമാണ്. തല്ലിച്ചതച്ചിട്ട ഇയാൾക്കങ്ങ് പോകാം. ഈ അടികൊണ്ടവർ പിന്നെ ലോക്കൽ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. ലോക്കൽ പോലീസിൻ്റെ കസ്റ്റഡിയിലിരുന്ന അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആരാണ് ഉത്തരം പറയേണ്ടത്? ഈ അടിച്ചവനല്ല, കസ്റ്റഡിയിലെടുത്ത പോലീസുകാരാണ് ഉത്തരം പറയേണ്ടത്. ഗൺമാൻ്റെയും സുരക്ഷാ ജീവനക്കാരുടെയും മർദ്ദനത്തിൽ ലോക്കൽ പോലീസിലെ ഒരു ഉദ്യോഗസ്ഥരും തെറിച്ചു വീഴുന്നത് കാണാം. പിണറായി വിജയൻ VIP തന്നെയാണ്. നിർഭാഗ്യവശാൽ നമ്മളിതൊക്കെ കുറച്ച് ദിവസം കൂടി സഹിച്ചേ പറ്റൂ. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള ഗൺമാന് ആവശ്യമെങ്കിൽ വെടിയുതിർക്കാനുള്ള അധികാരം പോലുമുണ്ട്. പക്ഷേ അത് അത്തരം സാഹചര്യങ്ങളിൽ മാത്രമാണ്. പെരുമ്പാവൂരിലും ഈ അനിൽകുമാർ എന്ന ഗൺമാൻ ഇത് ആവർത്തിച്ചു. മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്തിയെന്നാരോപിച്ച് ഇടുക്കിയിൽ വെച്ച് ഒരു മാധ്യമ ഫോട്ടോഗ്രാഫറെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. മനുഷ്യത്വമുള്ള എത്രയോ പേർ പോലീസ് സേനയിലുള്ളപ്പോഴാണ് ഇത്തരക്കാരെ സുരക്ഷാ ചുമതലയ്ക്കായി ഉന്നത ഉദ്യോഗസ്ഥർ നിയോഗിച്ചിരിക്കുന്നത്. കോഴിക്കോട് നടക്കാവ് വെച്ച കോഴിക്കോട് ഡെപ്യൂട്ടി കമ്മീഷണർ KE ബൈജു പിണറായി വിജയനെതിരെ പ്രതിഷേധിച്ച ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ കഴുത്തിൽ പിടിച്ച് ഞെരിച്ചിരുന്നു. ഇതെന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്? പിണറായി വിജയനെതിരെ ആലപ്പുഴയിൽ മുദ്രാവാക്യം മുഴക്കിയവരെ പോലീസ് പിടിച്ചുമാറ്റിയതാണ്. പിന്നെന്തിനാണ് പൈലറ്റ് വാഹനത്തിൽ സഞ്ചരിച്ചിരുന്നവർ വാഹനം നിർത്തി ഇറങ്ങി വന്ന ലോക്കൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളവരെ മർദ്ദിച്ചത്? ഇനി ഒറ്റയൊരുത്തൻ ഞങ്ങളുടെ തമ്പുരാനെതിരെ ഒരു അക്ഷരം മിണ്ടരുത്, ഞങ്ങളുടെ അങ്ങുന്നിനെ കരിങ്കൊടി കാണിക്കുകയോ മുണ്ടയിൽ കോവിലകത്തെ അങ്ങുന്നിനെതിരെ മുദ്രാവാക്യം മുഴക്കുകയോ ചെയ്യരുത്. ഇങ്ങനെ ജനങ്ങളുടെ മനസ്സിൽ ഭീതി ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇവന്മാർ നടത്തുന്നത്. ഈ അനിൽകുമാറിനെ പോലെയുള്ളവർ പോലീസ് സേനയ്ക്ക് കളങ്കമാണ്, തീരാക്കളങ്കം. ഇയാളെയൊക്കെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട AKG സെൻറ്ററിലെ കക്കൂസ് വൃത്തിയാക്കുന്ന ജോലി കൊടുക്കണം. അതാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ മനുഷ്യത്വമില്ലാത്ത, അല്ലെങ്കിൽ ഒരു വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാത്ത കാക്കിയിട്ട പിണറായി ഭക്തന്മാർ മുൻ ADGP A ഹേമചന്ദ്രൻ്റെ നീതി എവിടെ എന്ന പുസ്തകം വാങ്ങി വായിച്ചു നോക്കണം. ഒരു പ്രശ്നത്തെ എങ്ങനെയാണ് അദ്ദേഹത്തെ പോലെയുള്ളവർ കൈകാര്യം ചെയ്തിരുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയെങ്കിലും നിങ്ങളെപ്പോലെയുള്ളവരുടെ തലയ്ക്ക് വെളിവ് വീഴട്ടെ. വെള്ളിയാഴ്ചത്തെ സംഭവത്തെയും മുഖ്യമന്ത്രി ന്യായീകരിക്കുകയാണ്. തൻ്റെ വാഹനത്തിന് മുന്നിലേക്ക് ചാടിയവരെ തള്ളി മാറ്റുന്നതാണ് താൻ കണ്ടത് എന്നാണ് മുഖ്യമന്ത്രിയുടെ ന്യായീകരണം. ഇവരൊക്കെ മനുഷ്യരാണോ? കേരളത്തിൽ 41 UDF MLA മാരുണ്ട്. ഈ MLA മാരും UDF നേതാക്കളുമൊക്കെ എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്? ആലപ്പുഴയിലെ ഈ സംഭവം ആദ്യത്തേതല്ല. ഈ നവകേരള സർക്കിട്ട് തുടങ്ങിയതിൻ്റെ അന്നു മുതൽ ഉള്ളതാണ്. എന്നിട്ടും മാത്യു കുഴൽനാടൻ ഒഴികെയുള്ള UDF MLA മാർ പഴം വിഴുങ്ങിയതുപോലെ മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്നലെ യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച അനിൽകുമാറിനെതിരെയും ഒരു നടപടിയും ഉണ്ടാകാൻ പോകുന്നില്ല. കോടതി ഇതൊക്കെ കാണുന്നുണ്ടായിരിക്കണം. കോടതിയുടെ ഇടപെടലെങ്കിലും ഉണ്ടായില്ലെങ്കിൽ കേരളത്തിലെ സാധാരണക്കാരായ പൊതുജനങ്ങൾക്ക് മറ്റൊരഭയമില്ല.